ഇതിന്റെയൊക്കെ ആവശ്യം കണക്ക് വരുന്നത് നല്ല പേടിയായിരുന്നു. അത് ജസ്റ്റ് അഞ്ചാമത് ഒരാൾ ഇവിടെ വന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ വന്നു. ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഈ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് ജ്യോതി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഭയങ്കര ഒരു അടിപൊളി വീഡിയോ കേട്ടോ. അതായത് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഒരു സാധനം കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കുഞ്ഞു കിളികളൊക്കെ ഇങ്ങനെ എന്താ പറഞ്ഞ ഈ കമ്പും കൊള്ളിയൊക്കെ കൊണ്ട് കൂട്ടി വെക്കത്തില്ലേ, അതുപോലെ വാങ്ങിച്ച് വെച്ച ഒരു സാധനമുണ്ട്. ഞാൻ കാണുന്നവർക്ക് തോന്നും ഇവരൊന്നും ഇതൊക്കെ വാങ്ങിച്ചത് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്, എന്താ അഹങ്കാരമാണ്, ഭയങ്കര അഹങ്കാരം, ഭയങ്കര ജാട, അങ്ങനെയൊക്കെ തോന്നിയേക്കാം. പക്ഷെ എനിക്ക് അറിയത്തില്ല, എൻ്റെ ആഗ്രഹവും ഇഷ്ടവും കൊണ്ട് ഞാൻ വാങ്ങിച്ച സാധനം കേട്ടോ. അപ്പം അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിനെപ്പറ്റി എനിക്ക് എന്തെങ്കിലും അറിയാൻ ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം സംഭവം കയ്യിൽ എനിക്ക് ഇന്നലെ ഇടവിട്ടത്. അപ്പം ഇന്നലെ ലൈറ്റ് ആയതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല. ഇത് എന്നിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇന്ന് അത് നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇപ്പോൾ ഉള്ള എല്ലാ വീടുകളിലും ഉണ്ട്, നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പം എന്നെപ്പോലെ എങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, ഇതിനൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടത്. അപ്പം നമുക്ക് എന്തായാലും അതെന്താ സാധനമൊന്നും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ അത്ര സന്തോഷമുള്ളത് കൊണ്ട് മാത്രം ഇഷ്ടത്തോടുകൂടി ഒരു സാധനം വാങ്ങിക്കുമ്പോണ്ടല്ലോ, അത് കൈ കിട്ടുമ്പോഴത്തേന് നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് എനിക്കറിയത്തില്ല നിങ്ങൾക്കത് എന്നിൽ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ അത്ര സന്തോഷത്തിലാട്ടോ. അപ്പം അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഇന്നല്ലെങ്കിൽ നാളെ എന്നെ പോലെ നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ റോബോട്ട് അതിനെ എടുത്താലോ, അതാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ റോബോട്ട് കേട്ടോ. ഞാനും എൻ്റെ റോബോട്ടാണ് നമ്മുടെ റോബോട്ട് കേട്ടോ. അതെ, അയ്യോ എൻ്റെ റോബോട്ടാണ്. ഞങ്ങളുടെ വീട്ടിലേക്ക് അഞ്ചാമതൊരാൾ ഇവിടെ വന്നു. ഇതുപോലെ ഒരു ബോക്സും പിന്നെ ഇതുപോലെ ഒരു പാക്കേജിലാട്ടോ വരുന്നത്. നമ്മൾ എക്കോവാസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ് കേട്ടോ വീട് വാങ്ങിച്ചേക്കുന്നത്. എക്കോവാസ് അവിടെ ഇരിക്കട്ടെ. ഇതാണ് എൻ്റെ മുത്ത്. കാണുന്നുണ്ടോ? എന്താ പറയുക, ഇതാണ് ഞാൻ വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ റോബോട്ട്. കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ച ഒരു സാധനം കയ്യിൽ കിട്ടിയ സന്തോഷമാണ് ഇത്. മുഖത്ത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇതാണ് നമ്മുടെ സാധനം. വന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ. ഇതിനകത്ത് വന്നേക്കുന്നത് ഒരു സ്പെയർ ഇതുണ്ട്, പിന്നെ ഇതിൻ്റെ താഴെ അറ്റാച്ച് ചെയ്യുന്നൊരു സാധനമുണ്ട്. എന്നിട്ട് ചാർജറാണ് കേട്ടോ, ചാർജിങ് സ്റ്റേഷൻ്റെ അവിടെ വെക്കുന്നത് കേട്ടോ. സാധനങ്ങളാണ് നമുക്ക് വന്നേക്കുന്നത്. ഇതിപ്പം ഇൻസ്റ്റലേഷന് വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബാക്കി കൂടെ നിങ്ങളോട് കാണിക്കാം കേട്ടോ. Starting penthouse cleaning and synchronizing the exploration of your home to create a map. നമ്മുടെ ഇതിന്റെ ഒരു ഡെമോ ആയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നത്, നമ്മൾ വിളിച്ചു. അപ്പൊ അവരിന്ന് വന്നു, എല്ലാമൊക്കെ പറഞ്ഞു തന്നു. നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ റോബോട്ട്. അപ്പം ഇതിന്ന് ഇതാണ് നമ്മുടെ ഒരു ഫിൽറ്റർ കണക്ക് വരുന്നത്. അപ്പം ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ വന്നിട്ട് അവർ പറഞ്ഞത് ഡസ്റ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ആയിട്ട് വരും. ഇത് എൻ്റെ ഫിൽറ്ററാണ്. ഇത് ഇതുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് നമുക്ക് വാഷ് ചെയ്യാനോ നമുക്ക് ഡ്രൈ ക്ലോത്ത്സ് വെച്ച് തുടയ്ക്കാനോ പാടില്ല കേട്ടോ. അപ്പം അത് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊന്നും ചെയ്യരുത്. ഇത് ഇടയ്ക്ക്, അതായത് 2 വീക്സിൽ ഒരിക്കൽ ഇത് നമ്മൾ 1 വീക്സിൽ നമ്മളിത് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഡസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് ഇവിടെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ വെച്ചിട്ട് ഇതിനകത്ത് വെറ്റാവാൻ പാടില്ല കേട്ടോ. അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ മോപ്പ് ചെയ്യുമ്പം താഴെയെങ്കിലും ഫ്ലോറും വെറ്റായിക്കൂടെ കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം ഇതുപോലെ നമ്മൾ അടച്ചു. പിന്നെ ഇത് വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പം നമുക്ക് ഡെമോയ്ക്ക് വന്നപ്പോഴത്തേന് വാട്ടർ ഫില്ല് ചെയ്തായിരുന്നു മോപ്പിങ്ങിൻ്റെ ഡെമോ കാണിക്കാനായിട്ട്. പിന്നെ വന്നിട്ട് ഇതാണ് മാറ്റ് വരുന്നത്. അതായത് ഇതിൻ്റെ താഴെ വരുന്ന കാണിച്ചു മാറ്റാണ്. ഇതിപ്പം ഇവിടെ ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ ഡെമോ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു അഴുക്കിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മൈക്രോ ഫൈബർ ക്ലോത്താണ്. അപ്പം നമുക്കത് റിമൂവ് ചെയ്തിട്ട് വാഷ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ലിക്വിഡിനകത്ത് നമ്മൾ എന്താ പറയുക, നമ്മുടെ ഈ സ്മെല്ലും കാര്യങ്ങളൊക്കെയുള്ള ലിക്വിഡോ ലൈസോളോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഒഴിക്കാൻ പാടില്ല. പ്യുവർ വാട്ടർ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ ഈ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് വരാം കേട്ടോ. വെള്ളം മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഇങ്ങനെ വെച്ച് കാണിക്കാം. ഇവിടെയാണ് നമ്മൾ ഈ ഒരു സാധനം, അതായത് മോപ്പ് ചെയ്യുന്ന സാധനം ഫിറ്റ് ചെയ്യുന്ന 2 ഹോൾസ് ഉണ്ട്. ഈ 2 എൻഡിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ വെക്കും. ഓക്കെ, എന്നിട്ടാണ് മോപ്പ് ചെയ്ത്. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇത് നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേന് ഇത് റിമൂവ് ആയിട്ട് വരും കേട്ടോ. അപ്പം പിന്നെ ഇതാണ് നമ്മൾ പുഷ് ചെയ്ത് ഇതിനകത്തേക്ക് വെക്കുന്നത് കേട്ടോ. അപ്പം ഇതൊരു ഓൾമോസ്റ്റ് ഓവർ. പിന്നെ ഇത് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഇത് ഡസ്റ്റ് എടുക്കുന്ന സ്ഥലം കേട്ടോ. അതായത് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. ഇവിടെ ഈ ഒരു ഏരിയ എടുക്കുമ്പോഴത്തേന് ഇത് കാണിച്ചപ്പോൾ ഉള്ള പൊടിയാട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കുറച്ച് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കണ്ടോ. ഇത് ജസ്റ്റ് ഇവിടെ പൊടി അടിച്ചപ്പോഴത്തേന് കണ്ടതാണ്. അപ്പം ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ, ഈ ഡസ്റ്റും കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ അറ്റാച്ച് ചെയ്യാം. പിന്നെ ഇതിൽ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ ഇത് ചെയ്യുന്നോ ഇത് മോപ്പിംഗ് വേണ്ട സമയത്ത് മാത്രം അറ്റാച്ച് ചെയ്താൽ മതി. അപ്പം അത് മുന്നായിട്ട് ഇത് നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് വാക്യൂം മാത്രം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. വെച്ചായിട്ടുള്ളതൊന്നും ഇതിനകത്ത് ഇരിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ വെച്ചു. ഞാൻ ഇതുപോലെ ആക്കി. ഇനി നമുക്ക് നമ്മുടെ റോബോട്ടിനെ ഓൺ ആക്കാം. ഇതാണ് പവർ ബട്ടൺ. ഈ പവർ ബട്ടണിൽ ഒരു 3 സെക്കൻഡ് പ്രസ് ചെയ്യുക. കേട്ടല്ലോ. ബട്ടൺ എന്ന് പറഞ്ഞു വരുന്നത് നമുക്ക് ഇപ്പോൾ ഈ റോബോട്ട് സ്റ്റാർട്ടായിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് തിരിച്ച് ബാക്ക് ടു സ്റ്റേഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഞെക്കുമ്പോഴത്തേന് ആദ്യം ഒരു പോസ് ആവും. പിന്നെ ഒന്നും കൂടെ പ്രസ് ചെയ്യുമ്പോൾ തിരിച്ച് ബാക്ക് ടു സ്റ്റേഷൻ പോയി കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് കാണിക്കാമേ. Start returning to the station. Pause. ഇത് നമുക്ക് ഓൺ ആക്കി വിടാം. ഓക്കെ, ജസ്റ്റ് Starting whole house cleaning and synchronizing the exploration of your home to create a map. ഓക്കെ, ഇപ്പം ഞാനിത് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെയാണ് പോകുന്നത്. ഇതിൻ്റെ ബ്രഷ് വരുന്ന സാധനം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഓണാക്കി കൊടുത്ത് ഇത് പിള്ളേർ പ്ലേ സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കുഞ്ഞു കുഞ്ഞു പൊടികളൊക്കെ കാണാമല്ലോ, അത് ഫുള്ള് ക്ലീൻ ആക്കിക്കൊണ്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ കാണാൻ തന്നെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലുള്ള മാറ്റ്സ് ആണെങ്കിൽ വലിയ പ്രശ്നമില്ല, ഇത് കയറി പോകുന്നുണ്ട്. ഈ ഫോൾഡബിൾ മാറ്റ്സ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റക്കായിട്ട് അവിടെ നിൽക്കും. ഇത് പക്ഷേ സ്മൂത്തായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ഈ പറഞ്ഞ പോലെ മാപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഇതിനുണ്ട്. കാരണം ഇതിൻ്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നിടത്തോട്ടൊന്നുമല്ല പോകുന്നത്. ഈ ഒരു ടോയ് കിടക്കുന്ന അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേപ്പേഴ്സ് ഇവിടെ ഇട്ടേക്കോട്ടോ. വെയിറ്റ് ചെയ്യാം, നമുക്ക് അത് എത്രത്തോളം ക്ലീൻ ആക്കും എന്ന് നോക്കാം. ഞാൻ ഇട്ട പേപ്പറിൻ്റെ ആ സൈഡിൽ കൂടെ അല്ല കേട്ടോ പോകുന്നത്. കാരണം ഇതിൻ്റേതായിട്ടുള്ളൊരു മാപ്പിങ്ങും കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ഫസ്റ്റ് ആയപ്പോഴത്തേന് നമ്മൾ കുറേ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. അപ്പം ഇത് നമ്മുടെ ഈ ഒരു സെറ്റിയുടെ അടിയിലേക്ക് കയറത്തില്ല കേട്ടോ. കാരണം അധികം വിഡ്ത്തില്ലാത്തത് കൊണ്ട് തന്നെ അതിന് അടിയിലേക്ക് കയറത്തില്ല. അപ്പം ഇത് ഈ ഒരു ടോയ് കിടക്കുന്നത് അത് അതിൻ്റെ സൈഡിലൂടെയൊക്കെ പോയിട്ട് നമ്മൾ പേപ്പർ ഇട്ടടുത്തേക്കൂടെ ലാസ്റ്റ് പോകുന്നുണ്ട് കേട്ടോ. ഇത് കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ പേപ്പേഴ്സ് ഫുള്ള് നമ്മളിങ്ങനെ തൂത്തെടുക്കുന്ന പോലെ ക്ലീൻ ചെയ്തെടുക്കുക, തിരിച്ചും വന്ന് അവിടെ കിടക്കുന്ന ബാലൻസ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നതേ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ എത്രത്തോളം പേപ്പേഴ്സ് കീറിയായിട്ടിരിക്കുന്നതെന്ന്.
എൻ്റെ ആ പേപ്പേഴ്സ് ഫുള്ള് അവിടെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ, നമ്മൾ ഇട്ടത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് പോസ് ചെയ്യണമെങ്കിൽ ഇത് ഞാൻ കാണിച്ചു തരാം. പോസ് ആയിട്ട് ഒന്നും കൂടെ ഞെക്കുവാണെങ്കിൽ സ്റ്റേഷനിൽ തന്നെ തിരിച്ചു പോകും. ഇത് തിരിച്ച് സ്റ്റേഷനിലേക്ക് പോകാന്ന് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ലാസ്റ്റ് ഇതേ സ്റ്റേഷനിൽ വന്ന് ചാർജായി. അപ്പോൾ നമ്മൾ തിരിച്ചു വെക്കുമ്പം ഈ ഇതിനകത്ത് ഈ ബ്രഷിനകത്തൊക്കെ മുടിയോ വേണ്ടേ, ഇവിടെ രണ്ടൊന്ന് മുടിയുണ്ട്, അത് നമ്മൾ എടുത്തു കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഈ 2 ബട്ടണുണ്ട്, ഈ 2 ബട്ടൺ അത് നമ്മുടെ ടോയ് കാറിനകത്തൊക്കെ ഇടുന്നതാണെങ്കിൽ ഇതുപോലെ ഊരിയെടുക്കുക. പിന്നെ ഈ ഒരു ബ്രഷ് ഉണ്ട് കേട്ടോ, ഈ ഒരു ബ്രഷിനകത്തും മുടി കുരുങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. തിരിച്ച് ഇത് വെക്കേണ്ടത് ഇതിനകത്ത് ഒരു ഹോളുണ്ട്, ഇതുപോലാക്കി ഇങ്ങനെ വെക്കുക. പിന്നെ നമ്മുടെ ആ ടോയുടെ ഇത് വെച്ചിട്ട് ഇങ്ങനെ വെക്കുക. ഇവിടെ 2 പ്രസ് ചെയ്യുമ്പോഴത്തേന് ഇത് ഓക്കെ ആയി. ഇനി നമുക്ക് ഇത് എത്രത്തോളം ഡസ്റ്റ് നമുക്കിപ്പം കാണിച്ചായിരുന്നല്ലോ, എടുത്തെന്ന് കാണാമേ. വെച്ചിട്ട് നമ്മൾ ഡസ്റ്റ് എടുക്കും. ഓക്കെ, നമ്മൾ നേരത്തെ എടുത്ത ന്യൂസ് പേപ്പറില്ലേ ഇട്ട് കൊടുത്തത്, അതും അതിൻ്റെ പൊടിയും എല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ക്ലീൻ ചെയ്തു, അതിൻ്റെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു. ഇപ്പം പേപ്പറും കാര്യങ്ങളൊക്കെയാന്ന് പറഞ്ഞു. നമ്മൾ അതുപോലെ വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റോൾ ചെയ്യേണ്ടത്. എക്കോവാക്സ് ഹോം എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും നമ്മുടെ ആപ്പിൾ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പം അത് ഇൻസ്റ്റലേഷൻ ചെയ്യണം. ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഞാനൊരു സ്ക്രീൻ റെക്കോർഡിംഗ് എടുത്ത് അന്ന് ഇവിടെ താഴെ കാണാം കേട്ടോ. അപ്പം നമ്മുടെ ആ ആപ്പ് ഓപ്പൺ ആക്കുമ്പോഴത്തേന് ഹോം പേജ് ആയിട്ട് കയറി വരുന്നതാണ് ഇപ്പൊ ഇവിടെ കാണുന്നത്. മെയിലിൽ ബാറ്ററി 37% ചാർജിങ് ഇട്ടേക്കൊണ്ടാണ് അത് കാണിക്കുന്നത്. പിന്നെ ഇത് ഹോം പേജ് ആണ്. അതിൽ ഓട്ടോ ക്ലീനിന്റെ ഓപ്ഷൻ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ സെക്ഷൻ പവർ അത് ബ്രഷിംഗിലേക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അവിടെയുണ്ട്. ഇനി നമുക്ക് സെറ്റിംഗ്സിൽ കയറിയിട്ട് എടുക്കുമ്പോൾ ഉള്ള പേജാണ്. അതിനകത്ത് നമ്മുടെ റോബോട്ടിന്റെ ലാംഗ്വേജ്, മെയിൻ്റനൻസ് അങ്ങനെ ഉണ്ട്. മെയിൻ്റനൻസിനകത്ത് വരുമ്പം സൈഡ് ബ്രഷ് ഇതെല്ലാം ഗുഡ് ഇപ്പോൾ കൊടുത്തേക്കുന്നത് നമ്മുടെ പുതിയതായതുകൊണ്ടാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ബ്രഷിനോ ഫിൽറ്ററിനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ അവിടെ തന്നെ കാണിക്കും കേട്ടോ. അതർ കമ്പോണൻസ് അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ റോബോട്ടിന്റെ ലാംഗ്വേജ് ആണ്. നമ്മൾ ഇംഗ്ലീഷാണ് പ്രിഫർ ചെയ്യുന്ന, വേറെ ലാംഗ്വേജസ് ഒന്നും അവൈലബിൾ അല്ല നമുക്ക്. അപ്പോൾ അതുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് റോബോട്ടിന്റെ സെറ്റിംഗ്സിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിനകത്ത് ചൈൽഡ് ലോക്ക് എനേബിൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഓണാക്കി ഇടാം. ചാർജ് ചെയ്യുമ്പോഴത്തേന് അത് വേറെ സെറ്റിംഗ്സോ അല്ലെങ്കിൽ പവർ ബട്ടൺ ഒന്നും വർക്ക് ആവത്തില്ല. അപ്പോൾ അത് ഡിസേബിൾ ചെയ്തിട്ട് വേണം നമ്മൾ പിന്നും എടുക്കാനായിട്ട്. അപ്പോൾ അത് ഇവിടെ ഡിസേബിൾ ചെയ്തു. നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ അത് ഡിസേബിൾ ഓൺ ആക്കി ഇടുവാണ്, എനേബിൾ ചെയ്യുവാണെങ്കിൽ അത് ഡിസേബിൾ ആക്കി ഇടുക കേട്ടോ. പിന്നെ ഈ ഒരു പേജ് ഇത്ര ഉള്ളൂ. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ഈ സെറ്റിംഗ്സും കാര്യങ്ങളും ഒക്കെ വന്നേക്കുന്നത്. അപ്പോൾ മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ മേടിച്ചിരിക്കുന്ന എക്കോവാക്സിന്റെ Y1 എന്ന് പറഞ്ഞ റോബോട്ടിന്റെ ഒരു വാക്യൂം പ്ലസ് മോപ്പിംഗ് ക്ലീനറാണ്. അപ്പം നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് എനിക്ക് കിട്ടിയത്. അപ്പം നമ്മൾ ടോൾ ഫ്രീയിൽ വിളിച്ചിട്ട് ഡെമോ റിക്വസ്റ്റ് ചെയ്തപ്പോഴത്തേന് അവർ വന്ന് ചെയ്തു തന്ന് നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഡെമോ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട്. ഞാൻ ഇത് ഫസ്റ്റ് ടൈം കാണും കേട്ടോ. ഞാൻ ഈ നമ്മുടെ യൂട്യൂബിനകത്തും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ലൈവായിട്ട് എനിക്കറിയുന്ന എങ്ങും ഇല്ല ഇത്. അപ്പം അത് കാരണം ഞാനിത് ഫസ്റ്റ് ടൈം ഇങ്ങനെ ക്ലീനിങ് കാണുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് എനിക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് വന്നപ്പോഴത്തേന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ റിക്വസ്റ്റ് ചെയ്തതായതുകൊണ്ടാണ് നമുക്ക് ഡെമോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നോർമലി ഇല്ലാണ്. ഇത് ഞാൻ ഓൺലൈൻ ത്രൂ ആണ് വാങ്ങിച്ചിരിക്കുന്നത്, ആമസോൺ ത്രൂ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം ഇതിന്റെ ഒരു എക്സാക്ട് റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ 1 മന്ത് കഴിയുമ്പോഴത്തേന് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഉടനെ ഷെയർ ചെയ്യുന്നതായിരിക്കും. കാരണം ഇപ്പൊ വാങ്ങിക്കുമ്പോഴത്തേന് നമുക്ക് ഈ കാര്യങ്ങളും മറ്റൊക്കെ അല്ലേ അറിയത്തുള്ളൂ. അപ്പൊ ഈ പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടെന്നോ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷേ ഇതിനകത്ത് എനിക്ക് സ്പെയർ ബ്രഷോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് ഇത് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് മേടിച്ചപ്പോഴത്തേന് അവർ ഓൺലൈൻ അല്ല സെപ്പറേറ്റ് മേടിച്ചപ്പോഴത്തേന് ഈ ഇങ്ങനത്തെ മോപ്പിംഗിന്റെ ഈ ബ്രഷ് മൈക്രോ ഫൈബർ ക്ലോത്ത് ഒക്കെ സെപ്പറേറ്റ് 2 പീസ് ഉണ്ട്. അവർക്ക് സർവീസിങ് ചെയ്യുന്ന സമയത്തും കിട്ടിയിട്ടുണ്ടാവും. ഫ്രീ ആയിരുന്നു. പക്ഷെ ഇത് സർവീസ് ടൈമിലും ഒന്നും നമുക്ക് ഈ ക്ലോത്തോ കാര്യങ്ങളോ ഒന്നും ഫ്രീ അല്ല, നമുക്കത് പേയ്മെന്റ് ചെയ്യണം. ഇതൊരു കിറ്റ് ആയിട്ടാണെന്ന് പറഞ്ഞു. അത് അറൌണ്ട് 6000 സംതിങ് ആണ് വരുന്നത്. പിന്നെ അതിനകത്ത് എന്തോ ഓഫറോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു.
അപ്പം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ക്ലീൻ ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു 8 മന്ത് വരെ കുഴപ്പമില്ലാണ്ട് പോകുന്ന പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് അതായത് നമ്മൾ ഈ വാക്യൂമോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന വിടുന്ന സമയത്ത് വെള്ളമൊന്നും താഴെ കിടക്കാൻ പാടില്ല, അതായത് വെറ്റായിട്ട് കിടക്കരുത്. അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഈ മോപ്പിങ്ങും കഴിഞ്ഞതിന് ശേഷം ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ അടിയിൽ നിന്ന് ഊരി മാറ്റി വെക്കുന്ന ഏറ്റവും കൂടുതൽ നന്നായിരിക്കും. കാരണം ഇതിനകത്ത് ഈർപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിനകത്തേക്ക് കയറി കംപ്ലൈന്റും ഡാമേജും ഒക്കെ വരാൻ ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ബെറ്റർ ഇത് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ എന്താ പറഞ്ഞത്, ഇപ്പം എന്നോട് പറഞ്ഞു നമ്മൾ ഫസ്റ്റ് ടൈം യൂസ് ആയതുകൊണ്ട് തന്നെ ഫുൾ ചാർജ്, അതായത് 100% ചാർജ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ചാർജ് ചെയ്യാൻ ഇട്ടേക്കുവാണ്. അത് ആയി കഴിഞ്ഞിട്ട് വേണം. പിന്നെ ഇതിനകത്ത് മാപ്പിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം, അതായത് മാപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോബോട്ട് ഇപ്പം ഒരിടത്ത് നമ്മൾ എവിടെയെങ്കിലും ഒരു സ്റ്റേഷനിൽ ഫിക്സ് ആകണം. അപ്പം അവിടെ നിന്ന് അത് തന്നെ റീകാൽക്കുലേറ്റ് ചെയ്ത് എല്ലാ ഒരു ഏരിയയും അതിനെ തന്നെ റെക്കഗ്നൈസ് ചെയ്യണമല്ലോ. അപ്പൊ അത് പലയിടത്തായിട്ട് പോയിട്ട് സ്വന്തമായിട്ടൊരു മാപ്പ് ക്രിയേറ്റ് ചെയ്ത് അതായി വരുമ്പോഴത്തേന് നമുക്ക് അതിനെ സേവ് ചെയ്തിടാം. പിന്നെ നമുക്ക് പിന്നുള്ള ദിവസങ്ങളിൽ അത് ഓണാക്കി കൊടുക്കുമ്പോൾ അതിന് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പോകാൻ മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ ഈ മാറ്റിലൊക്കെ ഫോൾഡഡ് മാറ്റൊക്കെ വന്ന് കിടക്കുകയാണ്. അതായത് ഇപ്പം ഇതൊരു എക്സാമ്പിൾ ഒരു മാറ്റാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഫോൾഡോ അങ്ങനെ എന്തെങ്കിലും മറ്റു കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ഇത് വരും. എന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു ബ്രഷിന് കുറച്ച് ഡാമേജ് വരും. അപ്പൊ അതങ്ങനെ ആവട്ടെ, നല്ല മാറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കണം. അതിന്റെ മുകളിൽ കയറാനും എടുക്കാനും. നിങ്ങൾക്ക് നേരത്തെ ഞാൻ ഡെമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ആ ഒരു മാറ്റിനകത്ത് കയറി ക്ലീൻ ചെയ്യുന്നതൊക്കെ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഈ സൊല്യൂഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ മോപ്പിങ് നമുക്ക് തന്നെയായിരിക്കും കൂടുതൽ ഇത്. പിന്നെ എന്തെങ്കിലും ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇപ്പൊ ജസ്റ്റ് ഡെമോ കാണിച്ചില്ല, ഞാൻ ജസ്റ്റ് നോക്കിയതിലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും കണ്ടാണല്ലോ അല്ലേ. അപ്പം എനിക്ക് എന്റെ ഒരു ഇത് കണ്ടതിലും വെച്ചിട്ട് എനിക്ക് കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റ് ആണെന്ന് തോന്നി. ഇനി ഇത് നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയുള്ള വീഡിയോസിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഇനി ഞാനിവിടെ എക്കോവാക്സ് ഹോം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സഫാരിയിലോ ഗൂഗിളിലോ അടിച്ചു കൊടുക്കുമ്പോഴത്തേന് വരുന്ന ഒരു വെബ് പേജ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതുപോലൊരു ഹോം പേജ് ആയിരിക്കും എക്കോവാക്സിൽ നമ്മൾ ഗൂഗിളിലോ സഫാരിയിലോ അടിച്ചു കൊടുക്കുമ്പോഴത്തേന് വരുന്നത്. അപ്പം അത് ക്ലോസ് ചെയ്യുക. ഈ സൈഡിലെ 3 ബാർ ഉണ്ടല്ലോ ലെഫ്റ്റ് സൈഡിലെ, അത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. അതിൽ പ്രോഡക്റ്റ്, ആക്സസറീസ്, എക്സ്റ്റൻഡഡ് വാറന്റി, രജിസ്റ്റർഡ് വാറന്റി അങ്ങനെ എല്ലാം ഉണ്ട്. നമ്മൾ ഫസ്റ്റ് പ്രൊഡക്ട്സിൽ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ പ്രൊഡക്ട്സിൽ സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഡീറ്റെയിൽ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ വരും. ഇത് കണ്ടോ, എല്ലാ സീരീസും ഉണ്ട്. ഇതിപ്പോ ഓരോരോ സീരീസ് ആണ്, അതിന്റെ റേറ്റും പ്രൈസും ആമസോൺ പ്രൈസും ഒക്കെയാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ കേട്ടോ. അപ്പൊ നമ്മൾ ഏതാ വാങ്ങിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നോക്കാം. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളത് ചെക്ക് ചെയ്തിട്ട് നമ്മളിപ്പോ പ്രൊഡക്ട്സ് ആണ് എടുത്തേക്കുന്നത്, ഇനി അത് മാറ്റിയിട്ട് അതേ ആ 3 ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ആക്സസറീസ് എടുക്കട്ടോ. ആക്സസറീസ് എടുക്കുമ്പോഴത്തേന് ഏത് മോഡലാണോ നമ്മൾ ഏത് റോബോട്ടിന്റെ മോഡലാണോ എടുക്കുന്നത് അത് സെലക്ട് ചെയ്യട്ടോ. അത് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ആക്സസറീസ് ആയിരിക്കും താഴെ അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെ ആക്സസറീസ് അവൈലബിൾ ആയിട്ട് വാങ്ങിക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺടാക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിക്കാം. ഈ കിറ്റ് കണ്ടോ, ഇവിടെ ഇപ്പൊ മോപ്പിംഗ്, ബ്രഷ്, ക്ലീനിങ്, ഫിൽറ്റർ ഒക്കെയാണ്, മോപ്പറൊക്കെയാണ് താഴേക്ക് കൊടുത്തേക്കുന്നത്. അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഓൺലൈൻ പ്രൈസും ഒക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇവരെ ഇതിനകത്ത് നമുക്ക് വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്ത് എടുക്കുകയൊക്കെ ചെയ്യാം. അപ്പം അത് ഏത് മോഡൽ സീരീസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്തിട്ട് നമുക്കത് വാങ്ങിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വീണ്ടും ആ 3 ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്റ്റൻഡഡ് വാറന്റി ഉണ്ട്, അതിനകത്ത് സെലക്ട് ചെയ്ത് വരുമ്പോഴത്തേന് അതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് കാണാമല്ലോ. അപ്പം ഈ വാറന്റി നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാർജ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് 990 റുപ്പീസ് നമ്മൾ പേ ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ അതുപോലെ എക്സ്റ്റൻഡഡ് വാറന്റി 1 മന്ത് വിത്തിൻ 30 ഡേയ്സ് ഓഫ് പ്രൊഡക്റ്റ് പർച്ചേസ്. നമ്മൾ ഓൺലൈനിലൊക്കെ എടുക്കുന്നത് എന്നാണോ നമുക്കത് കൈ കിട്ടിയത് അത് തൊട്ട് 30 ഡേയ്സ് ആണ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന വാറന്റി. അത് കഴിയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ചെയ്യരുത്, നമുക്ക് ആ വാറന്റി കിട്ടത്തില്ല കേട്ടോ. പിന്നെ രജിസ്റ്റർഡ് വാറന്റി ആണ് അടുത്ത ഓപ്ഷൻ വന്നിരിക്കുന്നത്. അത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു 1 ഇയർ വാറന്റി ഇത് വാങ്ങിക്കുമ്പോഴത്തേന് കിട്ടും. അപ്പൊ അത് ഈ നെയിം, ഇമെയിൽ ID, കോൺടാക്ട്, സീരിയൽ നമ്പർ ഇതെല്ലാം സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ എക്സ്റ്റൻഡ് വാറന്റി കിട്ടും. ഞാനിത് ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കാണിക്കാനാണ് ഞാനിത് എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ വന്നിട്ടുള്ള ഒരു ഓപ്ഷൻ വെച്ചാൽ ബാക്കി വേറെ ഒന്നുമില്ല, ഇത് തന്നെയാണ്. അപ്പൊ ഈ ഒരു സൈറ്റിനകത്ത് കയറുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പൊ ഇതും കൂടെ കയറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഭയങ്കര ആർക്കിൽ താല്പര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇത് ഞാൻ ആരോടും കമ്പല് ഇത് വാങ്ങിക്കണം എന്ന് ഒരിക്കലും പറയത്തില്ല. എന്റെ ഒരു ആഗ്രഹമായതുകൊണ്ട് ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ചൊരു സാധനമായിട്ട് എനിക്ക് കിട്ടിയൊരു സന്തോഷം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത്, എന്നെ പോലെ മറ്റാർക്കെങ്കിലും ഇതുപോലെ വാങ്ങിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇതിനൊരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാനൊരു 1 മന്ത് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം എനിക്ക് ഏകദേശം ഒരു ഇത് കിട്ടുമല്ലോ. അപ്പൊ ഞാനത് ഓപ്പൺ ആക്കി ഇന്ന് ഡെമോ കഴിഞ്ഞതായത് കൊണ്ട് തന്നെ ഫുൾ ചാർജ് ആവാൻ സ്റ്റേഷനിൽ വെച്ചിട്ട് 100% ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മാപ്പിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം ആ മാപ്പിങ്ങും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേ ഇതിന് ഫുള്ള് എങ്ങോട്ടൊക്കെയാണ് ഏതൊക്കെ റൂംസിലാണ് ഇത് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ 2 ഫ്ലോർ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം പിന്നെ പ്രത്യേകം പറഞ്ഞത് നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ പെർമനന്റ് ആയിരിക്കണം. അതായത് എവിടെങ്കിലും ഒരിടത്തായിരിക്കണം വെക്കാൻ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ട് പോരുത്. അതിന്റെ ഫ്രണ്ടിലേക്ക് വേറെ സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണുകയും ചെയ്യരുത്.
പിന്നെ ഇതിനകത്ത് ഇവർ പറയുന്നത് മോപ്പിങ്ങിലും കാര്യങ്ങൾ വരുമ്പോഴത്തേന്, മോപ്പിംഗ് അല്ല, ഈ വാക്യൂം ചെയ്യുമ്പോഴത്തേന് വയേഴ്സ്, കേബിൾസ്, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അതൊന്നും കാണരുത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതാകുമ്പോൾ തന്നെ അതിന്റെ ബ്രഷിനകത്ത് കയറി കുരുങ്ങി ഡാമേജസും കംപ്ലൈൻസും ഒക്കെ വരാൻ നല്ല ചാൻസസ് ഉണ്ട്. അപ്പം അത് എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ഈ മാച്ചിന്റെ കാര്യം, ഈ ഫോൾഡബിൾ മാറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കഴിവതും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് ഏതൊക്കെ ഏരിയാസും കാര്യങ്ങളും ഒക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ സെറ്റ് ചെയ്തിടാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ നേരത്തെ കാണിച്ചതുപോലെ സ്റ്റെയറും കാര്യങ്ങളും ഒക്കെ ഒരുപാട് സെൻസറും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ താഴെ വീഴുന്നു. ഞാൻ ആദ്യം എടുത്തപ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ. അത് ജസ്റ്റ് ഇവിടെ ഡെമോ കാണിച്ചപ്പോഴത്തേന് ഈ സ്റ്റെയറിൽ നിന്ന് താഴെ വീഴുന്നതാണൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടോ. പക്ഷെ അങ്ങനൊന്നുമില്ല, നമുക്ക് എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നു. കൂടുതൽ മോപ്പിങ്ങിനെയും കാട്ടി അടിപൊളിയായിട്ട് വരുന്ന പാക്കും എടുക്കാനാണ്. കാരണം ഈച്ച് ആൻഡ് എവറി സ്ഥലത്തും പോയിട്ട് അവരെ എല്ലാ ഡസ്റ്റ് അല്ലെ അവരെന്നല്ല ഈ റോബോ എല്ലാ ഡസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളും എല്ലാം കമന്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പം നിങ്ങളുടെ കമന്റ്സ് ആണ് എന്റെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എന്തായാലും ഉറപ്പായിട്ടും പറയണം. അതുപോലെ തന്നെ എന്റെ റിവ്യൂ ഞാൻ ഉടനെ തന്നെയല്ല, ഞാൻ യൂസ് ചെയ്തിട്ട് നല്ലൊരു ഫീഡ്ബാക്ക്, ഞാൻ ജെന്യൂൻ റിവ്യൂ ഒരു 1 month കഴിയുമ്പോഴത്തേന് ഉറപ്പായിട്ടും ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു എന്റെ റോബോട്ടിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത് തന്നെയാണ്. അപ്പൊ നമ്മൾ ആദ്യം എടുത്തപ്പോഴത്തേക്കും അതൊരു നെയിമൊക്കെ കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് നെയിമോ കാര്യങ്ങളൊന്നുമില്ല. എന്റെ ഒരു പുതിയ അസിസ്റ്റന്റ്, എന്റെ ഒരു ഹെൽപ്പറായിട്ട് എന്റെ ഒരു കുഞ്ഞ് റോബോട്ടും കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.